കെ അനിൽകുമാർ, ഇപ്പോൾ കോൺഗ്രസും DMK ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ തേജസ്വി യാദവിൻ്റെ RJD ആയിക്കൊള്ളട്ടെ, ആ, ശരത് പവാറിൻ്റെ NCP ആയിക്കൊള്ളട്ടെ, ഒപ്പം നിൽക്കുമെന്ന് കരുതാം. ഇടതുപക്ഷം ഒരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഏത് മതേതര മുന്നണിയാണെങ്കിലും ഒപ്പം നിൽക്കുമെന്നും കരുതാം. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചോ മമതാ ബാനർജിയെ കുറിച്ചോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഒരുപക്ഷെ താക്കറയെ കുറിച്ചോ ഉദ്ധവ് താക്കറയെ കുറിച്ചോ ആ നിലയിലൊരു കാഴ്ചപ്പാടില്ല. ഇവരൊക്കെ പല ഘട്ടങ്ങളിലും മാറിയും മറിഞ്ഞും വന്നിട്ടുള്ളതാണ്. നാളെ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തൊരവസ്ഥ വന്നാൽ NDA++ എന്നുള്ളതാണ് സ്ഥിതിയെങ്കിൽ നരേന്ദ്രമോദിക്ക് പകരം വേറൊരു BJP നേതാവ് വരും. അത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെന്ന് മമതാ ബാനർജി പറയും, അരവിന്ദ് കെജ്രിവാൾ പറയുന്നൊരു ഘട്ടമുണ്ടായേക്കില്ലേ? അങ്ങനെ ഒരു ആശങ്ക ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട സമയമായിട്ടില്ലേ? അല്ല, നമ്മൾ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ ഭരിക്കാൻ പോകുന്നൊരാശയമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട KVS പറയുമ്പം അന്ന് 2019 ജനങ്ങളുടെ ഭൂരിപക്ഷം അവിടെ തന്നെ നിൽക്കുകയാണെന്നാണ് ബഹുമാനപ്പെട്ട KVS പറയുന്നത്. ആ ഭൂരിപക്ഷം അവിടെ നിൽപ്പുണ്ടെങ്കിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുകയോ കുറയുമോ? ആ വികാരം അതുപോലെ നിൽപ്പുണ്ടെങ്കിൽ BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം കൂടുകയാണോ കുറയുകയാണോ? അനിൽകുമാർ, അക്കാര്യത്തിൽ BJPയുടെ ഒരു വാദം എന്ന് പറയുന്നത് BJP ആണ് ഒരു കേഡർ പാർട്ടി ഇന്ത്യയിൽ ആകമാനം ഉള്ളത്. ആ കേഡർ പാർട്ടിക്ക് തങ്ങളുടെ വോട്ട് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത് ഞങ്ങളുടെ നഷ്ടമായി നിങ്ങൾ കാണണ്ട. അവിടെയാണ് ഒരു കേഡർ പാർട്ടിയുടെ ആവശ്യത്തിനപ്പുറം ജനങ്ങൾ വോട്ട് ചെയ്യുന്നൊരു ഘട്ടം പറയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. 2019 കേരളത്തിൽ കേഡർ പാർട്ടി എന്ന നിലയ്ക്ക് CPM-ഉം അത്ര കേഡറില്ലാത്ത കോൺഗ്രസുമാണ് ഉള്ളത്. ജനങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് CPM-നേക്കാൾ കേഡർ സ്വഭാവം കുറഞ്ഞ കോൺഗ്രസിന് വോട്ട് കൂടുതൽ കിട്ടിയത്? കേഡറിൻ്റെ പ്രശ്നമല്ലല്ലോ. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള വഴി എന്താണ്? അതെ, നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള വഴി എന്താണ്? നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള വഴി കോൺഗ്രസിലൂടെയാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചപ്പോൾ ജനങ്ങൾ പോയി വോട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് തന്നെ തിരിച്ചറിയുന്നൊരു വികാരമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയും 10 കൊല്ലത്തെ വികസന നേട്ടവും പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു തർക്കം വരില്ല. ബഹുമാനപ്പെട്ട KVS-ൻ്റെ ആത്മവിശ്വാസം നല്ലതായിരിക്കും. 10 കൊല്ലം ഞങ്ങൾ ഇന്ന ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യണം. BJPയുടെ കേസ് എന്താണ്? RSS പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. RSS പറഞ്ഞ 370 വകുപ്പിൻ്റെ എടുത്തു കളയൽ, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം, അല്ലെങ്കിൽ പൊതു സിവിൽ കോഡ്, ഇതൊക്കെ ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും? ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മോദിക്ക് ഉത്തരമുണ്ടോ? നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ പരിശീലനം കിട്ടുന്നൊരു തസ്തികയിൽ ഒരു ജോലി കിട്ടിയാൽ 4 കൊല്ലമാണ് നിങ്ങളുടെ സർവീസ്. പക്ഷേ പ്രധാനമന്ത്രിക്ക് 10 കൊല്ലം സർവീസ് കഴിഞ്ഞിട്ട് ഇനി 15ാമത്തെ കൊല്ലം സർവീസിന് വേണ്ടി അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരിയാനയിലെ ചെറുപ്പക്കാരൻ മോദിയോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ 4 കൊല്ലമാക്കിയിട്ട് നിങ്ങൾ 15 കൊല്ലത്തെ സർവീസ് ചോദിക്കുന്നതിന് എന്ത് ന്യായം? അവർ മോദിയെ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജീവിതാനുഭവം മറ്റൊന്നാണ്, കർഷകൻ്റെ ജീവിതാനുഭവം മറ്റൊന്നാണ്. അതുകൊണ്ടാണ് മോഡിയുടെ വാചാടോപങ്ങളല്ല നിലനിൽക്കുന്നത്. ഇപ്പം നമ്മൾ മോദി വെറുക്കപ്പെട്ടവനായി ജനങ്ങൾ കണ്ടു, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റപ്പെടുത്തി, ഇതൊക്കെ പറയാം. പക്ഷേ ഈ ക്ലിൻ്റൻ്റെ അമേരിക്ക തന്നെയാണ് നരേന്ദ്രമോദിക്ക് പാസ്പോർട്ട് നിഷേധിച്ചത്. പിന്നെ അദ്ദേഹത്തെ ഇവിടെ ചുവപ്പ് പരവതാനി വെച്ച് സ്വീകരിച്ചു. അമേരിക്ക എന്തിനാണ് പാസ്പോർട്ട് നിരോധിച്ചത്? നരേന്ദ്രമോദി അങ്ങോട്ട് കയറ്റാതിരുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷം പറഞ്ഞിട്ടാണോ? വംശഹത്യ എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. ഇപ്പം മണിപ്പൂരിൽ വംശഹത്യ എന്നൊരു പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ നരേന്ദ്രമോദി മണിപ്പൂരിൽ പോയോ ഈ തെരഞ്ഞെടുപ്പിൽ? ലോകം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ്, പക്ഷേ പകലിറങ്ങി നടക്കാൻ മേല. മണിപ്പൂരിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ ഭദ്രമെന്നാണോ നിങ്ങളുടെ നിലപാട് പറയുന്നത് ബഹുമാനപ്പെട്ട KVS? എന്തായാലും ഞാൻ KVS-ൻ്റെ സത്യസന്ധത സമ്മതിക്കുകയാണ്. 400+ എന്ന് മോദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ 282 കൊണ്ട് കിട്ടി. അല്ല, 272 50%. അപ്പോൾ ഇനി ഒരു ഘട്ടം കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം അവിടെയാണ് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ 50% അവിടെ നിൽക്കുന്നതാണോ കരുതിയിട്ടുള്ളത്? അതിനുശേഷം വന്ന മാറ്റങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ 1000 ഉദാഹരണങ്ങളുണ്ട്. വേറൊന്നും വേണ്ടല്ലോ. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ മനുഷ്യൻ എന്തുകൊണ്ട് നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് പറഞ്ഞു? നരേന്ദ്രമോദി എന്ന മനുഷ്യൻ എന്തുകൊണ്ട് സന്താനോൽപാദന ഫാക്ടറികളെക്കുറിച്ച് പറഞ്ഞു? എന്തുകൊണ്ട് അദ്ദേഹം മുസ്ലിം ബഡ്ജറ്റ് ഹിന്ദു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് അദ്ദേഹം മംഗലസൂത്രത്തെ കയറി പിടിച്ചു? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി അദ്ദേഹം മൂക്കറ്റം മുങ്ങി താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഒരു വൈക്കോത്തുരുമ്പിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്ന മോദിയാണ് ഇന്ത്യ കാണുന്നത്.
അത് ഒന്നും രണ്ടും ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ മുങ്ങാൻ തുടങ്ങുന്ന കപ്പലാണ്, മുങ്ങാൻ തുടങ്ങുന്ന മോദിയാണ്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ജനങ്ങൾക്ക് ബോധമില്ല, ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്നൊന്നും ബി ജെ പിക്കാർ മനസ്സിലാക്കരുത്. നിങ്ങളുടെ നറേറ്റീവിലൂടെ മാത്രം ആളുകൾ ചിന്തിക്കുന്നു. അതാണ് ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. ധ്രുവ് റാഡി പണ്ടും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട KVS ഞാൻ പറയാം, നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിയോ കുറഞ്ഞോ? അങ്ങിപ്പോൾ ഈ ചർച്ച കഴിഞ്ഞ് എടുത്തു നോക്കൂ. നരേന്ദ്രമോദിയുടെ ചില പ്രസംഗങ്ങൾ കേൾക്കാൻ 14,000 പേര് തികച്ചില്ല. ഏത് പങ്കെടുത്തവരല്ല, അതിൻ്റെ വീഡിയോ. നേരത്തെ BJP സെല്ലുകളിലൂടെ ധാരാളം പേരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന പഴയകാല കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ. അതേസമയം എതിർഭാഗത്തുള്ളവരെ കേൾക്കാനും കാണാനുമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും കാണാൻ പറ്റും. നമ്മളൊരു ചെറിയ ഇക്വേഷൻ എടുത്താൽ മതി. ഇവിടെ കാണുന്ന കാര്യം എന്താണ്? 2014-ലും 2019-ലും RSSന്റെ BJPയുടെ IT സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ നിൽക്കുന്നില്ല, ഇന്ത്യ നിൽക്കുന്നില്ല. ഇന്ത്യ നിൽക്കാത്തതിന് കാരണം വേറൊന്നുമല്ല, ഇന്ത്യയുടെ വൈവിധ്യമാണ്. ഞാനിവിടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി എന്തോ മഹാകാര്യം സാധിക്കുന്നു എന്നല്ല, ആ നെറേറ്റീവ് അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത് RSSന് ഇന്ത്യ കീഴ്പ്പെടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടിയാണ്. അതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിൽ ഉന്നയിച്ച വിഷയം. അഡ്വക്കേറ്റ് അനിൽകുമാർ, 1977-ലും എല്ലാ പാർട്ടികളും ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരേപോലെ അണിനിരന്നിട്ടുണ്ട്. ആ സർക്കാരിന് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല എന്നതുപോലെ തന്നെ നേരത്തെ BJPയോടൊപ്പം ഉണ്ടായിരുന്നവർ ഇപ്പോൾ നരേന്ദ്രമോദിയോടുള്ള എതിർപ്പ് കാരണം ഇന്ത്യ ബ്ലോക്കിനൊപ്പം ചേർന്നിട്ടുണ്ട്. ആ ചേർന്നവർ നാളെ നരേന്ദ്രമോദി അല്ല BJPയുടെ പ്രധാനമന്ത്രി എന്ന നില വന്നാൽ അവർ BJPക്കൊപ്പം പോകില്ല എന്ന് എന്തുറപ്പാണുള്ളത്? അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറയാം. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അമിതാധികാര പ്രയോഗമായിരുന്നു, തെറ്റായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടി ചെയ്തതാണ്. പക്ഷേ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് RSSനെയാണ്. RSSന് അവസരം കിട്ടിയാൽ എന്ത് നടക്കുമെന്ന് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിലെ ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ പുതിയ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ജയിലിൽ കിടക്കണോ മന്ത്രിസ്ഥാനത്തേക്ക് വേണമെന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ജയിലിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കുമല്ലോ. ശരി, ആയിക്കോട്ടെ.